മിന്നലഴകേ ഒന്നു നില്ല് എന്തു ദാഹം കണ്ടു നിൽക്കാൻ കന്നിമഴവില്ലേ ഒന്നരികിൽ നില്ല് നീ നൂറു നിറമോടെ എന്നരികിൽ നില്ല് നീ ഞാനില്ല എങ്കിൽ നിൻ ഹൃദയവർണ്ണങ്ങളുണ്ടോ നീയില്ല എങ്കിൽ ഈ പ്രണയമധുരങ്ങളുണ്ടോ അത്രമേലൊന്നാണു നമ്മൾ പപ്പേ ഞാൻ ഇറങ്ങുവാ. നീ ഇറങ്ങുവായോ? അല്ല, താരമോള് വന്നില്ലല്ലോ. അവള് ലേറ്റ് ആകും. ആണോ? എന്നാ നീ ഒറ്റയ്ക്ക് പോണ്ട. റിച്ച് എന്തായാലും ആഴിക്കല്ലേ, നിന്നെ അവിടെ ആക്കിട്ട് അവൻ പൊക്കോളും. നീ അവന്റെ കൂടെ പോയിക്കോ. ആണോ? എന്നാ ഞാൻ അവന്റെ കൂടെ പൊക്കോളാം. ആ ഇടയ്ക്കിച്ച് നീ പോയില്ലേ? നീ പോണെന്നും പറഞ്ഞിറങ്ങിട്ട്. ആ ഞാൻ ഇറങ്ങാൻ നിക്കുവായിരുന്നു. അപ്പഴാ പപ്പ പറഞ്ഞ നിന്റെ കൂടെ വരാൻ. ആണോ? എന്നാ നീ പോരെ. ആ എത്തിയല്ല വനമാല. നീ എവിടെ പോയി കിടക്കായിരുന്നടി? ഞാൻ ചെറുതായിട്ട് എഴുന്നേക്കാൻ ലേറ്റ് ആയി. അപ്പൊ ഞാൻ എന്താ നിന്റെ അടുത്തേക്ക് വരുമ്പോ നീ സീനിയറിനെ കണ്ടു. അപ്പൊ ഞാൻ സീനിയറിന്റെ കൂടെ പോന്നു. സീനിയറോ? ഏതോനാണവൻ? എവിടെയാണവൻ? എനിക്ക് കാണണം. എന്റെ പൊന്നറിച്ചൊന്ന് നിർത്ത്. അതെന്റെ സീനിയറാണ്. ദേ ഇവ ചെയ്യിക്കണ ചെക്കൻ. ഓ ഓ ഓ അതാണല്ലേ ഇവൻ. ആ എന്തായാലും എന്റെ ഭാവി ഒളിയനെ ഞാനൊന്ന് കാണട്ടെ. എവിടെ? വിളിക്ക്. സീനിയർ കാറിലുണ്ട്. കിച്ചണിൽ വന്നില്ലേ? ഇല്ലടി, നീ വേണമെങ്കിൽ സീനേന്റെ ഒപ്പം വയ്ക്കോ. ഞാൻ റിച്ചുവിന്റെ ഒപ്പം വന്നോളാം. എന്തായാലും ഞാൻ ഇവന്റെ കൂടെ പോരാനുള്ള അറിഞ്ഞത്. ആണോ? എന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാന്നേ. സീനിയറിന്റെ കാർ എന്തായാലും ഇട്ടാ പോരെ. നമുക്ക് നാലുപേർക്ക് ഒന്നിച്ച് പോവാം. നീ എന്താ തേങ്ങയാണ് പറയണ? അതൊന്നും നടക്കൂല. നീ വെറുതെ ഇരുന്നേ. പിന്നെ ഞാനൊരു തേങ്ങാ പോലെ പറയില്ല. ഞാനൊരു ന്യായമായ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒരു റൂട്ടിലോട്ടാണല്ലോ നമ്മൾ നാലുപേരും. അപ്പൊ ഒന്നിച്ച് പോണേന് എന്താ? സീനിയറിന്റെ കാർ ഇവിടെ ഇടുന്നു, വൈകിട്ട് വന്ന് എടുക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. എന്തായാലും ഈ റൂട്ടല്ലേ സീനിയർ പോകുന്നേ. അതിലിപ്പോ എന്താ? എന്നാൽ അത് ശരിയാവൂല. ഒരെന്നാലും ഇല്ല. അതെ നീ വന്നേ. വെച്ചു നീ കാർ എടുത്ത് ഞാൻ സീനിയറിനെ കൂട്ടി വരാം. കിച്ചു നീ എന്താണ് മിണ്ടാത്തത്? നീ എന്താണ് ചത്തിരിക്കണേ? എന്റെ പൊന്ന് താരൂസെ, നീ നിന്റെ ക്യാമുകിന്റെ അടുത്തങ്ങ് വർത്താനം പറഞ്ഞേച്ചാ മതി. എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് നല്ല തലവേദന. ഞാൻ കിടക്കാൻ പോണ. നീ കോളേജ് എത്തുമ്പോ എന്നെ വിളിച്ചാ മതി. എടോ, തന്റെ പ്രശ്നം എന്താ? താൻ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എന്തു പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലാഞ്ഞിട്ടാണോ താൻ എന്റെ മൈൻഡ് ചെയ്ത് നടക്കുന്നേ? എന്നോട് മിണ്ടാതിരിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ സീനിയർ, എനിക്ക് ആരോടും ഒരു പ്രശ്നവുമില്ല.
പിന്നെ മിണ്ടാത്തതും മൈൻഡ് ചെയ്യാത്തതും അത് തന്നെയല്ല സീനിയറിന് വേണ്ടിയിരുന്നെ. ഇപ്പൊ എന്താ? എനിക്ക് ആരോടും ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല. എനിക്കൊന്നും സംസാരിക്കാനും ഇല്ല. ഹലോ എടോ, എന്താണ് ഒരു മൈൻഡില്ലല്ലോ? സീനിയറെ, എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്ന ഇത് നടക്കില്ല. വെറുതെ എന്തിനാ സീനിയറിന്റെ സമയം കളയുന്നേ? ഇത് നടക്കില്ല സീനിയറെ. ഇത്രയും കാലം സീനിയറിന്റെ വിഷമാവെന്ന് വിചാരിച്ച് ഞാനൊന്നും പറയാണ്ടിരുന്നേ. പക്ഷെ ഇങ്ങനെ ആയാൽ ശരിയാകത്തില്ല. എനിക്കറിയാം സീനിയറിന് എന്നെ ഇഷ്ടമാണ്, അത് ജെന്യുവൻ ആണ്. പക്ഷെ സീനിയറിന് എന്നോട് തോന്നിയ പോലെ ഒരു ഇഷ്ടം എനിക്ക് അങ്ങോട്ട് തോന്നണ്ടേ? പ്ലീസ് സീനിയർ, ഇനി അങ്ങനെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. എടോ, താനെന്താ ഇങ്ങനെ പറയുന്നേ? എനിക്കറിയാം ഞാൻ തന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോ തനിക്ക് ഒരുപാട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ആൻഡ് യെസ്, ഐ ലവ് യു. അത് ജെനുവിൻ തന്നെയാണ്. അത് താൻ മനസ്സിലാക്കി എന്നറിഞ്ഞതില് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും താൻ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് തോന്നിയ പോലെ ഒരു ഇഷ്ടം തനിക്കുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നും ഞാൻ ഇങ്ങനെ വന്ന് തന്റെ അടുത്ത് വർത്താനം പറയാൻ നോക്കുന്നത് താൻ ദേഷ്യപ്പെട്ടെങ്കിലും എന്റെ അടുത്ത് വർത്താനം പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഫസ്റ്റില് താൻ ഇവിടെ വന്നപ്പോ മുതല്, തന്നെ കണ്ടപ്പോ മുതല് എനിക്ക് ഇഷ്ടമായതാ. അന്ന് ഞാനത് വെറുതെ എനിക്ക് തോന്നുന്നതെന്നൊന്ന് വിചാരിച്ചത്. പക്ഷെ കാലം ഇത്രയും കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് അത് ശരിക്കുമാണ് എന്ന്. എനിക്ക് മനസ്സിലായടോ താൻ പറയുന്നത്. എന്തായാലും ഈ ഒരു കൂടിപ്പോയ ഒരു 6-7 മാസം അത്ര ഞങ്ങൾ ഈ കോളേജിൽ ഉണ്ടാവുള്ളൂ. അതുവരെ താൻ എന്നെ അവോയ്ഡ് ചെയ്യരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരിയടോ, എന്നാ കാണാം. അലക്സേ, അലക്സേ, അല്ല താരെന്തി? ഓ, എന്നെ കണ്ടോണ്ട് ആർക്കും ഇവിടെ വിഷമം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ മേഡം. കിച്ചു, ഇവിടെ കേട്ട് പരിചയമുള്ള സൗണ്ട് അല്ലേ? എടാ ശ്യാം മാത്യു വർഗീസേ. വിച്ചു, മോനെ, നീ എന്താ ഇവിടെ? അല്ല, നീ എപ്പ എത്തി? പറഞ്ഞില്ല. എടാ, അതിന് നീ ആദ്യം എന്റെ പിടിയൊന്നും വിട്, ഞാൻ പറയാം. വിട്ടു, പറ. ഞാൻ വെളുപ്പിനെത്തി, ലാൻഡായി, നേരെ വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയി നിന്റെ വീട്ടിലെത്തിയപ്പോ അങ്കിള് പറയണ നീ കോളേജിലേക്ക് വന്നെന്ന്. പിന്നെ അങ്കിളിന്റെ അടുത്ത് വർത്താനവും പറഞ്ഞ് നിന്റെ കോളേജ് എവിടെയാന്നും ചോദിച്ച് നേരെ ഇങ്ങ് പോന്നു. ഇവിടെ എത്തിയപ്പോ ദേ വാതയ്ക്ക് തന്നെ നിക്കുന്ന 2 എണ്ണവും കത്തിയടിച്ച്. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടാ. നീ പറയാണ്ടിരുന്നെന്തേ? അങ്ങനെ പറഞ്ഞു വന്ന സർപ്രൈസ് ആവോടി പൊട്ടിക്കാളി. നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അല്ല, എന്തൊക്കെയാണ് വിശേഷം? നീ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഒന്നുമില്ലടാ പൊട്ട. I'm so happy. I miss you. I miss you too, പൊട്ട. ഓ, സ്വന്തം ചങ്കിനെ കിട്ടിയപ്പോ നമ്മളെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. വാട അലക്സേ, നമുക്ക് പോവാ. ഓ, വന്നല്ല ഊച്ചി പണക്കാരി. ഈ പൊട്ടി, നീ ഇങ്ങ് വാ. പിന്നെ എനിക്ക് അങ്ങനെ ചോദിച്ചു വായിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പോടക്ക. വേണ്ടെങ്കി വേണ്ട. ഓ, എന്റെ പൊന്നെ, കൊല്ലല്ലോടി ശവമേ നീ.
ഇതാണ് എന്റെ ഒരേ ഒരു ആങ്ങള വിഷ്ണു. വിച്ചു, ഇത് അലക്സ്, എന്റെയും കിച്ചന്റെ ഫ്രണ്ടാ. ഹായ് ബ്രോ. എങ്ങനെ സഹിക്കുന്നു ഈ രണ്ടെണ്ണത്തിന്? എന്തു പറയാനാ ബ്രോ, വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. എടാ വേണ്ട, ഇവൻ പോയാൽ ഞങ്ങളൊക്കെ തന്നെ കാണും. അതൊക്കെ പോട്ടെ, എന്തായാലും ഇന്നത്തെ ഡിന്നർ ഞങ്ങളുടെ കൂടെ. അലക്സ്, നീ എന്തായാലും വരണം, പറ്റില്ലാന്ന് മാത്രം പറയരുത്. പിന്നെ അതൊക്കെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ റെഡി. അപ്പ സെറ്റ്. എങ്ങനെ പോവല്ലേ? പപ്പേ, ഞങ്ങള് വന്നു. ആ, നിങ്ങള് വന്നോ? അല്ല, മറ്റേ മോനെന്തേ, നിങ്ങളുടെ സീനിയർ? സീനിയറിനെ കണ്ടില്ല അങ്ങളെ. എന്തായാലും വണ്ടി ഉണ്ടല്ലോ, വരും. അങ്ങളെ വിശന്നിട്ട് വയ്യ. എന്താ സ്പെഷ്യല്? നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, കേറി വാ. മോൻ വന്നോ? അല്ല, മോനെന്ത് ഇത്ര ലേറ്റ് ആയേ? അവരൊക്കെ നേരത്തെ വന്നതാണല്ലോ. അങ്കളെ, ലാസ്റ്റ് ഇയർ അല്ലേ, കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ തീർക്കാനുണ്ടായിരുന്നു, അതാ. ആണല്ലേ. മോമെല്ലാം കഴിച്ചു? വാ കഴിക്കാം. ഇല്ല വേണ്ട അങ്കളെ, ഞാൻ പോവാ. എന്നാലും അതാരായിരിക്കും? ഒന്നുകൂടെ കാണാൻ പറ്റിരുന്നെങ്കിൽ. நேற்று அவள் இருந்தாள்
அவளோடு நானும் இருந்தேன். ஐலசா ஐலே ஐலசா ஐலேசா ஐலசா ஐலேசா ஐலசா. ഇത് അയാളല്ലേ ഇന്ന് അവിടെ വെച്ച് കണ്ട? ഹലോ, എടാ ദീപു, നീ അർജന്റ് ആയിട്ട് നാട്ടിലോട്ടൊന്ന് വരണം. പപ്പയ്ക്ക് തീരെ വയ്യടാ. നിന്നെ കാണാന്നാ പറയുന്നേ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങെത്ത്. അയാളിവിടെ ഇല്ലല്ലോ. ഇനി പോയി കാണൂ. കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു. ചേട്ട 2 ചായ. ഇതയാളല്ലേ? ഇതുവഴി പോണല്ലോ. ഇന്ന് ഞാൻ അയാളോട് ആദ്യമായി സംസാരിച്ചു. ശ്യാമെന്ന ആളുടെ പേര്. ഞാൻ അയാളോട് പറഞ്ഞത് അല്പം കൂടിപ്പോയി. പക്ഷെ എന്നാലും ഇതാ നല്ലത്. ഇന്ന് ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ ശ്യാം അവൻ എന്നോട് മിണ്ടിയില്ല, എന്നെ മൈൻഡാക്കിയില്ല. എല്ലാം ഞാൻ കാരണമാ. സീനിയർ, എന്താ ഈ ചെയ്യുന്ന? എന്നെ വിട്. ശ്യാം, ഐ എം സോറി. പെട്ടെന്ന് ഞാനിങ്ങനെ. എടോ, തന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ പറ. ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിലാണെങ്കിൽ ഐ എം സോറി. അന്നത്തെ ആ ഒരു അവസ്ഥയില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. താൻ അത് മനസ്സിൽ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറരുത്. എനിക്ക് ശരിക്കും പറ്റുന്നില്ല താൻ ഇങ്ങനെ ആവുമ്പോ. സീനിയർ അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോഴും എന്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അത് ഓർത്തിട്ടല്ല ഞാനിപ്പോ സീനിയറിന്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നത്. സീനിയർ ഇപ്പൊ പറഞ്ഞല്ലോ,
ഞാൻ മിണ്ടാതിരിക്കുമ്പോ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോ പറ്റുന്നില്ല എന്ന്. അങ്ങനെ പറ്റാണ്ടിരിക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ? ഓ സോറി. അല്ല ഇതാരുവാ? നമ്മുടെ ദീപക്കല്ലോ? എന്താണ് ഇവിടെ ജൂനിയറും സീനിയറും കൂടെ പരിപാടി? മാർട്ടിന്, നീ വെറുതെ സീനാക്കാതെ പോയി. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും മൂടില്ല. അല്ല അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? അല്ല എന്താ മോനെ, ഈ കോളേജിൽ ഇത്രയും പെൺപിള്ളേരുണ്ടായിട്ട് നിനക്ക് ഇവനെ കിട്ടിയുള്ളോ? അയ്യോ ചേട്ടാ, ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞങ്ങൾ ജസ്റ്റ് സംസാരിക്കുമായിരുന്നു. സംസാരിക്കാലോ. സംസാരിക്കുമ്പോ കൈമ പിടിക്കാം, കാലുമ പിടിക്കാം, വേണമെങ്കിൽ പല സ്ഥലത്ത് വേണമെങ്കിൽ പിടിക്കാം. അല്ലേ ദീപക്കെ? മോനെ, ഇവൻ മാത്രമല്ല, ചേട്ടന്മാർ ഈ കോളേജിലുണ്ട്. ഞങ്ങളുടെ അടുത്തും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ചേട്ടാ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. അയ്യ മോനെ, ചേട്ടൻ മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്ന. അല്ല ചേട്ടന്റെ മാന്യല്ലാത്ത സംസാരേ ഇതല്ല, ഇതിനപ്പുറമായിരിക്കും. പിന്നെ മോന് ആദ്യത്തെ കോളേജിലും ഇത് തന്നെയായിരുന്നു പരിപാടി? നീ എന്താടാ ചോദിച്ചേ? ആരോടാടാ ചോദിച്ചേ? നിന്റെ പിഴച്ച നാവിന്ന് ഇനി അവനെ പറ്റി എന്തെങ്കിലും വാക്ക് പുറത്ത് വന്ന കൊന്നുകളയും നായെ. നിനക്ക് അവൻ ആരാണെന്നല്ല അറിയണ്ട. എന്റെ ചെക്കന, എന്റെ മാത്രം. അതിന് ഒരു പട്ടിക്ക് ഞാൻ വിളിച്ചു തരില്ല അവനെ. കേട്ടോടാ, പോടാ. നീ എന്റെ അടുത്ത് ചോദിച്ചില്ലേ, നീ മിണ്ടാതിരിക്കുമ്പോ പറ്റാണ്ടിരിക്കാനായിട്ട്? നീ എന്റെ ആരാണെന്ന്? നീ എന്റെ മാത്രം. വേറൊരു പട്ടിക്ക് ഞാൻ നിന്നെ കൊടുക്കില്ല. നീ എന്റെ മാത്ര. ഈ ഒരു വാക്കിന് വേണ്ടി എത്ര നാൾ ഞാൻ കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയാവോ? അന്ന് ഞാൻ ഫസ്റ്റ് ഡേ കോളേജിൽ വന്ന് തന്നെ കണ്ടപ്പോ എത്ര സന്തോഷമായിരുന്നു എനിക്കെന്നറിയാവോ? ഇല്ല, ഇത് നടക്കില്ല. എനിക്ക് സീനിയറിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ ആ ഇഷ്ടം ഇപ്പൊ ഇല്ല. സീനിയർ ഇതും പറഞ്ഞ് ഇനി എന്റെ അടുത്ത് വരരുത്. ഇനി ഞാൻ ഒരു പേരിലും സീനിയറിനെ ശല്യപ്പെടുത്താനും വരില്ല. പ്ലീസ്, let me live my own life. I need a gangster to love me better than all the